നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ വളരെ കുഞ്ഞിക്ക ഒരു വീഡിയോ ബ്ലൗസാണ്. അത് ബ്ലൗസ് ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ബ്ലൗസാണ്. നമ്മുടെ കലങ്കാരി പ്രിൻറ്റ്, അജ്രക്ക് പ്രിൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന ബ്ലൗസ്. അജ്രക്ക് പ്രിൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈ മോഡൽ കാണിച്ചിട്ടില്ല. ഇത് പല പ്രിൻറ്റ്സ് വരുന്നതാണ്. ഇത് ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള സ്ട്രെച്ചബിൾ ബ്ലൗസിൽ ഏറ്റവും കൂടുതൽ റേറ്റ് അത്യാവശ്യം റേറ്റ് എന്ന് പറഞ്ഞാൽ ഓവർ റേറ്റ് അല്ല. നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് പോലും ആകുന്നില്ല. അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അത്രയും കൂടുതലാണ്. പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് റേറ്റ് കൂടിയത്. പക്ഷേ റേറ്റ് മുടക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടും. ഇനി ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് പറയട്ടെ, എപ്പോഴും പറയുന്ന എന്നാലും പറയുക, ഈ ബ്ലൗസ് വാങ്ങിക്കുന്നവരറിയാൻ വേണ്ടി പറയുക. ഇപ്പോൾ സ്ക്രീനിൽ XXL എന്നാണ് സൈസ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ XXL സൈസ് വരെയുള്ളവർക്കെല്ലാം ഈ ബ്ലൗസ് വാങ്ങിക്കാം. കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ്. XXL സൈസ് ആണെങ്കിലും ഭയങ്കര കൈവണ്ണമൊക്കെ ഓവർ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സൈസ് അപ് ടു XXL ആണ്. XXL വരെയുള്ളവർക്ക് ഇടാം. അതിന് മേളിലോട്ടുള്ളവർ സ്വന്തം റിസ്കി വാങ്ങിക്കുക. പിന്നെ സ്മോളുകാർക്കോ മീഡിയംകാർക്കോ ലാർജുകാർക്കോ ഓരോരുത്തർക്കും ഓരോ സൈസ് ഇല്ല. ഈ ഒറ്റ ബ്ലൗസേ ഉള്ളൂ. ഇത് ഇവർക്കെല്ലാം ഇടാം. സ്മോളുകാർ ഇടുമ്പോഴും ഇത് കറക്റ്റ് ആകാനാണ് ചാൻസ്. ഇനി തീരെ അങ്ങ് മെലിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് സൈഡൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കണം. മാത്രമേ ഉള്ളൂ. നിങ്ങളിത് പലരും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും 100 പ്രാവശ്യം പറഞ്ഞാലും പിന്നെ ആ വീഡിയോ സ്കിപ്പാക്കി വിടുന്ന തുടക്കം കാണുകയില്ല. നമ്മളൊരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറ്റുമെങ്കിൽ അത് കാണണം. സമയമില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ലാത്ത ഒരു സാധനം കാണുമ്പോൾ അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബ്ലൗസ് കാണിക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ പെർഫെക്ഷനാണ്. നിങ്ങൾ നോക്കട്ടെ. എൻ്റെ സൈസ് ഇപ്പം ലാർജായിട്ടും എൻ്റെ കയ്യെ കറക്റ്റ്. ഇത് ചുരിദാർ മാറ്റിയാൽ പോലും ഇതുണ്ടോ എൻ്റെ കയ്യെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ടോ? അപ്പം നമ്മുടെ ബോഡിയുടെ വണ്ണം അനുസരിച്ച് അത് കറക്റ്റ് ഫിറ്റാകും. അത് ഈ ഒരു ബ്ലൗസിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത അത്രയും പെർഫെക്ഷൻ. വളരെ ക്ലാസ്സായിട്ട് ഭയങ്കര എലഗൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യാം. അതിനെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ബുട്ടിക്കൊക്കെ സെലക്ട് ചെയ്യുന്ന എന്തിനാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അത് നമുക്ക് സ്റ്റൈലിങ് ആവശ്യമാണ്, ഡിസൈനിങ് ആവശ്യം. അപ്പോൾ അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ ഇങ്ങനത്തെ ബ്ലൗസ് അത്രയ്ക്ക് മനോഹരമാണ്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്, കാരണം എനിക്കറിയാം ഈ ബ്ലൗസിന് അതുപോലെ എൻക്വയറി ഉണ്ടാകുന്നത്. സങ്കടപരമായിട്ടുള്ള കാര്യം വളരെ കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്നു. അതാണ് സങ്കടം. സ്റ്റോക്ക് കിട്ടിയില്ല. കിട്ടിയായിരുന്നേ ഞാൻ കിട്ടുന്ന അത്രേ എടുക്കുന്ന ഒരു സ്വകാര്യത്തെ ബ്ലൗസിന് വേണ്ടി ഒരു പ്രശ്നവുമില്ല. എനിക്ക് റിസ്ക് ഒന്നുമില്ല. എന്നാലും പക്ഷേ കിട്ടിയില്ല. ഇത് നല്ല മെറൂൺ. ഒരു മിനിറ്റ്, ഈ ബ്ലൗസിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ല. ഇത്തരം കളറ് വീഡിയോയിൽ കാണുന്ന തന്നെ. ഇതിപ്പോൾ ഒരു ബേൺഡ് ഓറഞ്ച്, ഇതൊരു ഡാമാഗ്രീന്, ഇതിൻ്റെ എല്ലാം ഡാർക്ക് വന്നിട്ട് നല്ല ഭംഗിയാട്ടോ. നിങ്ങൾക്ക് പ്ലെയിൻ സാരിയുടെ കൂടെയോ ഏറ്റവും ഭംഗി ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അതിന് ഗെറ്റപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കേരള സാരി അങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ കൂടെ ഇടാം. ഇത് പിന്നെ ഏതിന് വേണേലും ഇടാം. അജ്രക്ക് ബ്ലൗസ് ഇത്രയും നിങ്ങൾ ഇതിൻ്റെ പെർഫെക്ഷനും ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിക്കുമാണ് നിങ്ങൾ വില വെക്കേണ്ടത്. ഞാനതാ പറയുന്നത്. അത്രയും പെർഫെക്ഷനിൽ നമുക്ക് എവിടെ തയ്ച്ചാലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ കംഫർട്ട്, ഞാൻ ശരിക്കും പറയാം. ഇത് പിന്നെ ഓവറായിട്ടങ്ങ്, ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഇതായതുകൊണ്ട് ഓവറായിട്ടങ്ങ് സ്ട്രെച്ച് ആകത്തില്ല. നിങ്ങൾ ഇങ്ങനെ കയറ്റിയിട്ടു ഇവിടം വരെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ മൊത്തം പിടുത്തമാണെന്ന് തോന്നി. അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയരുത്. അത് വലിച്ചിടണം. അല്ലെങ്കിൽ ആരുടെയും സഹായത്തോടു കൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിടക്കും കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. അയ്യോ ഇങ്ങനെ, അതിന് ഏറ്റവും ഉത്തരം ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ അങ്ങനെ പോയിട്ടുള്ള ആളാണ്. അയ്യോ എനിക്ക് കയറത്തില്ല അതും പറയും കിടന്ന് വെള്ളം വെച്ചു 3XL ബ്ലൗസ് എടുത്തിട്ട് അത് ഈസി ആയിട്ട് കയറുകയും ചെയ്തു. ഇത് കണ്ടോ, അജ്രക്ക് പ്രിൻ്റാണ്, പ്യുവർ അജ്രക്ക് പ്രിൻ്റാണ്. ഇതിൻ്റെ കളർ എനിക്ക് പറയാൻ അറിയത്തില്ല. നല്ല ബ്ലാക്ക് ഉണ്ട്, യെല്ലോ അല്ല റെഡ് ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. നല്ല ഭംഗിയാണെന്ന് പറയാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാൻ ഒത്തിരി കോരം പറയുന്നില്ല, കാരണം ഇതിൻ്റെ സ്റ്റോക്ക് അത്രയ്ക്ക് കുറവാണ്. അതെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാ പറയാൻ, വരുമായിരിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് തടവും. പക്ക കലങ്കാരി ബ്ലൗസൊക്കെ നിങ്ങൾ ഒരെണ്ണം തുണി എടുത്ത് തയ്ച്ചാൽ പോലും ഇതിൻ്റെ സുഖം കിട്ടത്തില്ല. കാരണം കലങ്കാരി കളർ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ്. പക്ക കോട്ടൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കുറവ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തേതാണ്. ഇതിലെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ ഈ പ്രിൻസസ് കട്ട് വന്നേക്കുന്ന ഭാഗമാണ് ഫ്രണ്ട് കേട്ടോ. ഇങ്ങനെ പ്രിൻസസ് കട്ട് പോയിട്ടുണ്ട്, അതാണ് ഫ്രണ്ട്.
അത് മനസ്സിലാക്കണേ. പിന്നെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വികസിച്ച് വരുന്ന അനുസരിച്ചാണ് നെക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഓവറായിട്ട് ഇറങ്ങി പോകത്തില്ല, ബാക്ക് നെക്ക് ഓവറായിട്ട് ഇറങ്ങി പോകത്തില്ല. ഓവറായിട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ട് നിൽക്കും. തീരെ അങ്ങോട്ടും ചില പ്രായമായിട്ടുള്ള, ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ, ഇപ്പം ഹൈനെക്ക് ബ്ലൗസും ഒക്കെ ആണല്ലോ ഫാഷൻ. അപ്പം കയറി നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത എന്നാ പറയുന്നത്, നെക്ക് ഒട്ടും ഇറക്കമില്ല നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല. കുറച്ച് കറക്റ്റാണ്, ഞാൻ നോക്കിയിട്ട് കറക്റ്റ്, ഒട്ടും ഫാഷനബിൾ അല്ലാതെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നത്തുമില്ല, ഓവറായിട്ട് പോകത്തുമില്ല. കലങ്കാരി പ്രിന്റ് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് നല്ലൊരെണ്ണം. ഇനി ഒരെണ്ണം കാണിക്കുന്നത് ക്രിസ്മസിന് നമുക്ക് ഉറപ്പായിട്ട് ഒത്തിരി ആവശ്യം വരും, അതുകൊണ്ട് ഈ ബ്ലൗസ് കാണിക്കുന്നത്. ഈ ബ്ലൗസ് ഞാൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു എൻ്റെ ഓർമ്മ, മെറ്റീരിയൽ എപ്പോഴും ഇത് കാണിച്ച് ഞാൻ തന്നെ മറന്നു പോയി. ഇത് 3XL വരെയുള്ളവർക്ക് പറ്റും കേട്ടോ. ഇത് 3XL ആയിരിക്കും. അത്രയും ഡബിൾ എക്സലുകാർക്കും ഇത് 3XLകാർക്കും. ഇതിൻ്റെ ഇങ്ങനെയൊരു സ്റ്റഫാണ്, നല്ല ഭംഗിയാണ്. സ്റ്റഫിനൊരു നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. വൈറ്റാണ് കളറ്. അപ്പോൾ വൈറ്റ് ബ്ലൗസ് എന്തിനും എല്ലാവർക്കും ഭയങ്കര എന്നാ പറയുന്നത്, ഏതൊരു ചുമ്മാ ഒരു പൊട്ട സാരി എടുത്താലും അതിന് വൈറ്റ് ബ്ലൗസ് ഗെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ലുക്ക് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും വൈറ്റ് ബ്ലൗസിൻ്റെ ഒരുമാതിരി നല്ലൊരു ശതമാനം ആൾക്കാരും വൈറ്റ് ബ്ലൗസിനെ ഭയങ്കര രണ്ട് കൈയിൽ നെട്ടി സ്വീകരിച്ചു. വൈറ്റ് കളറിനെ പണ്ടൊക്കെ വൈറ്റ് ബ്ലൗസ് അങ്ങനെ ഒരു ഇതല്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തേ ഇല്ല. എന്നാന്നറിയോ, സ്റ്റോക്കില്ല, ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സ്റ്റോക്കില്ല. വരുന്നത് അന്നേരം ഓർഡർ എടുത്ത് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ചിലരൊക്കെ ചോദിക്കും, ഈ വീഡിയോ ഇട്ടിട്ട് ഇത്ര മിനിറ്റല്ലേ ആയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ ഈ നിറച്ച് സ്റ്റോക്ക് ഉള്ളപ്പം പോലും. അതിനാന്ന് ചോദിച്ചാൽ പലരും 8ഉം 10ഉം എണ്ണം ഒക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് തീരെ കുറവ്, പെട്ടെന്ന് തീർന്നു. വേഗം തന്നെ വാങ്ങിച്ചോളുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്